ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ജങ്ക് ഫുഡ് അറിയുക, അകലം പാലിക്കുക. ആധുനിക ലോകത്തെ തിരക്കേറിയ ജീവിതത്തിൽ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ജങ്ക് ഫുഡുകളെയും ഫാസ്റ്റ് ഫുഡുകളെയും ആശ്രയിക്കുന്ന പ്രവണത ഇന്ന് ഏറി വരികയാണ്. വിവിധ നിറങ്ങളിലും പാക്കറ്റുകളിലും മനോഹരമായ പരസ്യവാചകങ്ങളോടെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളും ഇതിന്റെ ഭാഗമാണ്. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ആകർഷിക്കാൻ പോകുന്ന രീതിയിലുള്ള രുചിക്കൂട്ടുകളാണ് ഇത്തരം ഭക്ഷണ സാധനങ്ങളുടെ പ്രത്യേകത. അമിതമായ അളവിൽ കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ അടങ്ങിയതും പോഷക ഗുണം കുറഞ്ഞതുമായ ജങ്ക് ഫുഡുകൾ രുചികരമെന്ന് തോന്നാമെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തട്ടുകടകളിലും ഹോട്ടലുകളിലും ലഭ്യമാകുന്ന ചെറു പലഹാരങ്ങളും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. ഗുണനിലവാരമില്ലാത്ത എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നിരുന്നാലും സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ജങ്ക് ഫുഡുകളുടെയും ഫാസ്റ്റ് ഫുഡുകളുടെയും ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഈ വിപത്തിനെതിരെ സമൂഹം ഒന്നടങ്കം ബോധവാന്മാരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് കാലാകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിവരുന്നത്. മാതാപിതാക്കളുടെ ജാഗ്രതക്കുറവ്, വ്യത്യസ്ത രുചികൾ, എളുപ്പത്തിലുള്ള ലഭ്യത തുടങ്ങിയ കാരണങ്ങളാൽ കുട്ടികളും യുവജനങ്ങളും ജങ്ക് ഫുഡുകളിൽ കൂടുതൽ ആകൃഷ്ടരാകുന്നു. ഇതിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ, കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ കീഴിലുള്ള ഈറ്റ് റൈറ്റ് അറ്റ് സ്കൂൾ തുടങ്ങിയ പരിപാടികൾ നടത്തിവരുന്നതായി തിരുവനന്തപുരം ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ അജി എസ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും അതുവഴി ജീവിതശൈലി രോഗങ്ങൾ പരമാവധി നിയന്ത്രിക്കുന്നതിനുമായി കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജങ്ക് ഫുഡ് ആയാലും അതുപോലെ തന്നെ അമിതമായി നിറം ചേർത്തതോ അമിതമായി ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് കൂടുതലായി ആകൃഷ്ടരാകുന്നത് നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇവയുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുന്നതിനും പോഷകസമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ബോധവാന്മാരാക്കുന്നതിനും അതുവഴി അവരുടെ ഭക്ഷണ സംസ്കാരം മെച്ചപ്പെടുത്തുന്നതിനുമായി നിരവധി പ്രോഗ്രാമുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്കൂൾ തലത്തിൽ നടത്തുന്നുണ്ട്. അതിൽ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ എന്ന പ്രോഗ്രാം നിരവധി സ്കൂളുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ വിദഗ്ധരായ ന്യൂട്രീഷനിസ്റ്റുകൾ കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചും അവയുടെ ഗുണഫലങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നൽകി വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് സ്കൂൾ എന്ന പദ്ധതിയും സംസ്ഥാനത്തെ നിരവധി സ്കൂളുകളിൽ കുട്ടികളുടെ ഭക്ഷണ സംസ്കാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായും അവർക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി വകുപ്പ് നടത്തി വരുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ സ്കൂളുകളുടെ പരിസരത്ത് വ്യാപകമായ പരിശോധനകൾ നടത്തി അമിതമായി നിറം ചേർത്ത മിഠായികൾ, നിരോധിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കൃത്രിമ നിറം ചേർത്തിട്ടുള്ള പാനീയങ്ങളോ മറ്റോ സ്കൂളിൻ്റെ പരിസരത്ത് വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന് വ്യാപകമായ പരിശോധനകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ കാലങ്ങളിൽ നടത്തി വരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതപ്പെടുത്താനായിട്ട് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചസാര, എണ്ണ, കൊഴുപ്പ് എന്നിവ കൂടുതലായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് കുട്ടികളിൽ അമിതഭാരം, പൊണ്ണത്തടി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ന് നാം കാണുന്ന ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ ദോഷഫലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യത്തിൽ ജാഗ്രതയോടെയുള്ള തിരഞ്ഞെടുക്കൽ അനിവാര്യമായിരിക്കുകയാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീന രമേശ് പറയുന്നു.
2050 ആകുമ്പോഴേക്കും 40 കോടി ജനങ്ങൾ അമിതഭാരം, അമിതവണ്ണം എന്ന വിഭാഗത്തിൽ പെടും എന്നതാണ്. നിലവിൽ 5-ൽ ഒരാൾ അമിതഭാരം, അമിതവണ്ണം ഉള്ളവരാണ്. കുട്ടികളിൽ പോലും അമിതഭാരത്തിന്റെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഭക്ഷണ രീതികളിൽ കാര്യജ്ഞാനമുള്ള തിരഞ്ഞെടുക്കൽ അഥവാ ഇൻഫോംഡ് ചോയ്സസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പോഷകാംശം കുറഞ്ഞ ആഹാരം അഥവാ ജങ്ക് ഫുഡ്സ് മിക്കതും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ അമിതമായി സംസ്കരിച്ച ഭക്ഷണം എന്നിവയിൽ പെടുന്നതാണ്. ഇവ മിക്കതും പാക്കറ്റുകളിലും കുപ്പികളിലും മറ്റും എത്തുന്ന ഭക്ഷണ വസ്തുക്കളാണ്. ആളുകൾ ഇഷ്ടത്തോടെ ഭക്ഷിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് പെടുന്ന ഭക്ഷ്യ വസ്തുക്കൾ ശരീരത്ത് മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നു എന്ന് കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പാക്കറ്റിൽ വിൽക്കപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, കോളാസ്, എനർജി ഡ്രിങ്ക്സ്, ടെട്രാപാക്സ്, ജ്യൂസസ്, ഇൻസ്റ്റന്റ് സൂപ്പുകൾ, സ്നാക്സ്, ചിക്കൻ നഗറ്റ്സ്, സോസേജസ് പോലെയുള്ള സംസ്കരിച്ച മാംസം, പാചകം ചെയ്യാത്ത റെഡി ടു ഈറ്റ് ഫുഡ്സ്, ഹാഫ് കുക്ക് ചപ്പാത്തീസ് ഇവയെല്ലാം ഇതിൽപ്പെടും. ജങ്ക് ഫുഡ്സിൽ പെടുന്ന വേറെ ഒരു വിഭാഗം സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന കടകളിൽ സുലഭമായി ലഭിക്കുന്ന എണ്ണയിൽ പൊരിച്ച പദാർത്ഥങ്ങൾ, ബർഗേഴ്സ്, ചിപ്സ്, ഫാസ്റ്റ് ഫുഡ്സ് എന്നിവയിൽ എല്ലാം രുചി വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ, കേടാകാതിരിക്കാനുള്ള വസ്തുക്കൾ അഥവാ പ്രിസർവേറ്റീവ്സ്, കൃത്രിമ മധുരം, നിറങ്ങൾ, ഇമൾസിഫയേഴ്സ്, പൂരിത കൊഴുപ്പ് അഥവാ ട്രാൻസ്ഫാറ്റ്സ്, ഉപ്പ് തുടങ്ങിയ പല വസ്തുക്കൾ ചേർക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ എത്തുന്നത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഊർജം കൂടുതലാണ്, എന്നാൽ ഇതിൽ പോഷക ഘടകങ്ങളില്ല, നാരുകളില്ല. അമിത മധുരം ഇൻസുലിൻ ഉൽപാദനം കൂട്ടും, തലച്ചോറിന്റെ പ്രവർത്തനത്തെ പല രീതികളിൽ മാറ്റം വരുത്തും. ഇവയെല്ലാം നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാവിയിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പലതരം ക്യാൻസറുകൾ എന്നീ അസുഖങ്ങൾ വരാനുള്ള അപകട സാധ്യത വർദ്ധിക്കുന്നു. ഡോക്ടർ ജീന രമേശ് തുടരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ ആലോചിച്ച് ബോധപൂർവം വേണം ചെയ്യാൻ. നാം ഭക്ഷിക്കുന്ന ആഹാരത്തിന്റെ ഊർജ്ജ സാന്നിധ്യം, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് മനസ്സിലാക്കി കഴിക്കുകയും വിളമ്പുകയും ചെയ്യുക. ദൈനംദിന ആഹാരത്തിൽ ഉൾപ്പെടാതെ മാസത്തിൽ ഒരിക്കൽ എന്നീ രീതിയിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ക്രമീകരിക്കുക. ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് അഥവാ ആരോഗ്യപരമായ ഇതര മാർഗങ്ങൾ സ്വീകരിക്കുക. സ്കൂളുകൾ, ഓഫീസുകളിൽ പോകുമ്പോൾ കട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ്, കപ്പലണ്ടി എന്നിവ കരുതുക. ഇഷ്ടപലഹാരങ്ങൾ, മധുരം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല, ഇവയെ വല്ലപ്പോഴും ആക്കുക. ഓർക്കുക, മിതമായി കഴിക്കുക, ചോയ്സസ് ഹെൽത്തി ആക്കുക, അസുഖങ്ങൾ അകറ്റുക. അമിതമായ ജങ്ക് ഫുഡ് ഉപയോഗം ശാരീരിക പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക സംവിധാനങ്ങളെ പതിയെ പതിയെ ദുർബലമാക്കുകയും ഹൃദയത്തെയും കരളിനെയും വൃക്കകളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും വിവിധ തരം ക്യാൻസർ രോഗങ്ങൾക്കും കാരണമാകുന്നതായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ക്യാൻസർ രോഗവിദഗ്ധനും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ ലിജേഷ് വ്യക്തമാക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ആമാശയ ക്യാൻസർ, ലിവർ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകളാണ് ദീർഘകാലത്തെ ജങ്ക് ഫുഡിന്റെ ഉപയോഗം മൂലം കൂടുതലുള്ളതായി കാണപ്പെടുന്നത്. ജങ്ക് ഫുഡുകളുടെ പാചക രീതിയിൽ ഡീപ് ഫ്രൈയിങ് ഉപയോഗിക്കുന്നത് മൂലം ചില ക്യാൻസർ ഉണ്ടാക്കാവുന്ന സംയുക്തങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു. ഇത് കുടലിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന അധികമായ പഞ്ചസാര, കൊഴുപ്പ് തുടങ്ങിയവ അമിതവണ്ണവും അതിലൂടെ ലിവർ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു. പ്രിസർവ്ഡ് ഓർ സ്മോക്ഡ് ഫുഡിലെല്ലാം ചില കെമിക്കലുകളുടെ കണ്ടന്റുകൾ കൂടുതലുള്ളതിനാൽ ആമാശയ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് നമ്മളെ ആകർഷിക്കുന്ന ജങ്ക് ഫുഡ് നാളെ നമ്മളെ രോഗികളാക്കിയേക്കാം. അതിനാൽ നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ കഴിയുന്നത്ര കുറയ്ക്കുക. പാചകം ചെയ്ത പുതുമയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫൈബർ അഥവാ നാരിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായി ഉൾപ്പെടുന്ന ഡയറ്റ് സ്വീകരിക്കുക. കുട്ടികൾക്ക് കഴിവതും ജങ്ക് ഫുഡ് നൽകുന്നത് ഒഴിവാക്കുക. വളർച്ചയുടെ ഘട്ടത്തിൽ ഇത്തരം ഫുഡുകളുടെ ദീർഘകാല ഉപയോഗം തീർച്ചയായും അവരുടെ അപകടം ഇരട്ടിയാക്കും. ഒരു ചെറിയ സമയത്തേക്കാണെങ്കിലും പ്രതിദിന വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരഭാരം നിയന്ത്രിക്കുക. ആരോഗ്യം നഷ്ടപ്പെടുന്നത് എളുപ്പമാണ്, എന്നാൽ
തിരിച്ചു പിടിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാലം ചെല്ലുന്തോറും നമ്മുടെ ഭക്ഷ്യസംസ്കാരം തന്നെ മാറുകയാണ്. വീടുകളിൽ പാചകം ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചേരുവകളുടെ സാന്നിധ്യം ഇന്ന് സർവ്വസാധാരണമാണ്. സമയക്രമം പാലിക്കാതെയുള്ള ഭക്ഷണശീലവും ജങ്ക് ഫുഡുകളുടെയും ഇടയ്ക്കിടെയുള്ള ലഘുഭക്ഷണങ്ങളുടെയും അമിതമായ ഉപയോഗവും ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ്. ശരീരത്തിന് ആവശ്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണക്രമം വീണ്ടെടുക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് തിരുവനന്തപുരം ആയുർവേദ CGHSലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എം സുന്ദരം പറഞ്ഞു. ജങ്ക് എന്ന വാക്ക് തന്നെ ചപ്പ് ചവറ് എന്നതാണ്. അതായത് നമ്മൾ ഏറ്റവും വേണ്ട എന്ന് വിചാരിച്ച് കളയുന്ന സംഗതിയാണ് ജങ്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തെ ഒന്നടങ്കം പിടിച്ചടക്കിയവയാണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. ഇതിൽ കൊഴുപ്പിൻ്റെ അംശവും കലോറിയും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഫൈബർ അഥവാ നാര്, പോഷകാംശം ഇവ തുലവും കുറവുമായിരിക്കും. ഇവ ആരോഗ്യദായകമല്ല എന്ന് മാത്രമല്ല ആരോഗ്യത്തിന് ഹാനികരവും കൂടിയാണ്. ഭാരതത്തിലെ പഴയ രീതി അനുസരിച്ച് നമ്മൾ 2 നേരം ആഹാരം കഴിച്ച് ശീലിച്ചവരാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണവും വൈകുന്നേരത്തെ സായംകാല ഭക്ഷണവും. ഈ 2 ഭക്ഷണത്തിനും ഇടയ്ക്ക് ഒരാഹാരവും കഴിക്കാതിരിക്കുന്നതാണ് ഉചിതം. എന്നാൽ മാത്രമേ ദഹനപ്രക്രിയ ശരിയായി നടക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന പ്രവണത മറിച്ചാണ്. ഈ 2 പ്രധാന ഭക്ഷണങ്ങളുടെ ഇടയ്ക്ക് ലഘുഭക്ഷണം ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അതായത് 2 ആഹാരങ്ങളുടെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും ആഹാരം ചെല്ലുമ്പോൾ ദഹനപ്രക്രിയ ആകെ താറുമാറിലാകുന്നു. നമുക്ക് പോഷകാംശങ്ങൾ ശരിയായ രീതിയിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നു. പിസ്സ, ബർഗർ തുടങ്ങിയവ പോലെ തന്നെ ഭാരതീയ ലഘുഭക്ഷണങ്ങളായ വറുത്ത പലഹാരങ്ങൾ, വട, സമോസ, വറ്റലുകൾ, ഇങ്ങനെ നീണ്ടുപോകുന്നു പട്ടിക. 10-20 വർഷം മുൻപ് വരെ സ്നാക്സ് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തിരുന്നത് വിശേഷാൽ അവസരങ്ങളിൽ മാത്രമായിരുന്നു. ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും വിശേഷ സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സ്നാക്സ് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത് എന്നും കഴിച്ചു പോരുകയാണ് ഇന്നത്തെ സമൂഹം. സ്നാക്സ് കഴിക്കുന്നത് മൂലം തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ അധികവും ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള അനാരോഗ്യത്തെയും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെയും ഒഴിവാക്കാനും ആരോഗ്യകരമായും സുഖപ്രദമായും ജീവിക്കുവാനും വേണ്ടിയിട്ട് ആളുകളിൽ ബോധവൽക്കരണം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓരോ വ്യക്തിയും ഇതറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി ആരോഗ്യപരമായൊരു ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് കൈകോർക്കാം. സ്നാക്സും ലഘുഭക്ഷണവും ഒന്നും കഴിക്കണ്ട എന്നല്ല, എല്ലാം ഉചിതമായ രീതിയിൽ, മിതമായ രീതിയിൽ, അവരവർക്ക് യുക്തിയുക്തമായ രീതിയിൽ തന്നെ ആഹരിച്ചുകൊണ്ട് വേണം ജീവിക്കുവാൻ. ചായക്കടകളിൽ നിന്ന് ഫുഡ് കോർട്ടിലേക്കും സ്കൂൾ ക്യാൻറ്റീനുകളിൽ നിന്ന് മൾട്ടിനാഷണൽ കിച്ചണുകളിലേക്കും നീളുന്ന അപരിചിതമായ ഒരു അതിഥിയാണ് ജങ്ക് ഫുഡുകൾ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ കലവറയെ അവഗണിച്ചുകൊണ്ട് ഇവയുടെ പിന്നാലെ നാം ഇന്ന് പായുകയാണ്. ഫാക്ടറികളിൽ നിർമ്മിതമായ നിറങ്ങളും രാസവസ്തുക്കളും നിറഞ്ഞ ഇത്തരം ഭക്ഷണത്തെ ഇരു കൈകളും നീട്ടി നാം സ്വീകരിക്കുന്നു. ഊർജ്ജദായകമാകേണ്ട ഈ ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഊർജ്ജം കവർന്നെടുക്കുകയാണ്. ശരീരത്തെയും മനസ്സിനെയും ബലഹീനമാക്കുന്ന ഒരു വലിയ തകർച്ചയുടെ തുടക്കമാണിത്. യഥാർത്ഥ ഭക്ഷണം നൽകുന്ന ശക്തിയെ നാം തിരിച്ചറിയണം. നാം കഴിക്കുന്ന ഭക്ഷണം വെറുതെ വയറു നിറയ്ക്കാൻ മാത്രമല്ലെന്നും നമ്മുടെ ജീവനെ തന്നെ നിലനിർത്താൻ കൂടിയുള്ളതാണെന്നും ഓർക്കുക. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരുപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.